തൃശൂർ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ഡോക്ടർ PK അബ്ദുൾ ഗഫൂർ മെമ്മോറിയൽ അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് കയ്പമംഗലം MLA ET ടൈസൺ മാസ്റ്റർ. MES തൃശൂർ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ഡോക്ടർ PK അബ്ദുൾ ഗഫൂർ മെമ്മോറിയൽ അവാർഡ് വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു. ET ടൈസൺ മാസ്റ്റർ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. MES വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്തും വിപ്ലവം സൃഷ്ടിച്ച പ്രസ്ഥാനമാണെന്നും ഡോക്ടർ PK അബ്ദുൾ ഗഫൂർ അന്ധകാരത്തിൽ നിന്നും മുസ്ലിം പിന്നോക്ക സമുദായങ്ങളെ കൈപിടിച്ചുയർത്തിയ നേതാവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും നല്ലപോലെ ഇടപെടുന്ന കേരളത്തിലെ സംസ്ഥാനം. അതുകൊണ്ട് തന്നെ ആ രംഗത്തുള്ള പല കാര്യത്തിലും നമുക്ക് കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞതിൽ MESനെ പങ്കുവഹിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാനും. ഒരു സംസ്ഥാനം അതിന്റെ എല്ലാ അർത്ഥത്തിലും മികവിന്റെ കേന്ദ്രമാകണമെങ്കിൽ, നല്ല മോഡലാകാൻ കഴിയണമെങ്കിൽ, അല്ലെങ്കിൽ കേരളം ആർജിച്ച നേട്ടങ്ങൾക്കെല്ലാം ബേസ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കാര്യത്തിൽ നേടിയ നേട്ടമാണ്. നമുക്കറിയാം, നമ്മുടെ പൊതുവായി ഒരു വികസന സമൂഹത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്ന കേരളം, അതിന്റെ ശക്തി എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാകുന്ന അടിത്തറയാണ്, ബേസ് അതാണ്. പണ്ടൊക്കെ ആണെങ്കിൽ അത്തരം നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ വളരെ കുറവായിരുന്നു, അതിനുള്ള പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരവും കുറവായിരുന്നു. നാടൊന്നും അങ്ങനെ ചിന്തിച്ചിരുന്നത്. ദാരിദ്ര്യത്തിന്റെയും മറ്റ് കഷ്ടപ്പാടുകളുടെയും ഒക്കെ സമയത്ത് അവർക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത്രത്തോളം അങ്ങനെ മുമ്പോട്ട് പോകാൻ അവർക്ക് ശ്രദ്ധ ചെലുത്താൻ കഴിയുന്ന ഒന്നായിരുന്നില്ല എന്ന് വേണ്ടതാണ്. നമുക്ക് ഏത് സമുദായത്തിലും ഉയർന്ന മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാരെടുത്താലും അവർക്ക് പ്രാധാന്യം നൽകുന്നത് അവരുടെ സമുദായം, അവരുടെ സംഘടനാ ബലം ഒക്കെ അവർ കഴിവ് തെളിയിക്കാൻ ശ്രമിക്കുന്നത് വിദ്യാഭ്യാസ കാര്യത്തിൽ തങ്ങളുടെ സമുദായത്തെ, സമൂഹത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ചിലപ്പോൾ ആദ്യത്തെ സമരമോ ബന്ധുതോ ഒക്കെ പറയുന്നത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലുള്ള, മഹാനായിട്ടുള്ള അയ്യങ്കാളിയുടെ നേതൃത്വത്തിലുള്ള സമരമാണ്. ആ സമരം നടത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? അതൊരു കൂലി വർധനവിന് വേണ്ടിയല്ല, പുതിയ ഡിമാൻഡ് നേടാനുള്ളതല്ല, മറിച്ച് അവരോടൊപ്പമുള്ള ഒരു സമൂഹത്തിലുള്ള അവരുടെ കൂടെയുള്ള പഞ്ചമി എന്ന കുട്ടിക്ക് വിദ്യാഭ്യാസം നേടാൻ, മറ്റുള്ളവരെ ഒപ്പം തന്നെ വിദ്യാഭ്യാസം നേടാനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുള്ള സമരമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. യോഗത്തിൽ അന്തരിച്ച മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച MES അംഗങ്ങളായ അയ്യൂബ് കരൂപ്പടന്ന, PS മുജീബ് റഹ്മാൻ, PK മുഹമ്മദ്, MM ബൈജു എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. MES സ്ഥാപനങ്ങളിൽ നിന്ന് PhD നേടി ഗവേഷണ രംഗത്ത് മികവ് പുലർത്തിയ ഡോക്ടർ K തൻസീല ഇബ്രാഹിം, ഡോക്ടർ OB റീബ, ഡോക്ടർ KH അമിതാഭ് ബച്ചൻ, ഡോക്ടർ K ധന്യ, ഡോക്ടർ KC ജീഷ, ഡോക്ടർ M രഞ്ജിത്ത്, ഡോക്ടർ എബീദ ഇക്ബാൽ, ഡോക്ടർ S രശ്മി, ഡോക്ടർ PR ധന്യ, ഡോക്ടർ അമിത P മണി, ഡോക്ടർ ദേവിക M അനിൽകുമാർ എന്നിവർക്കും പ്രത്യേക അംഗീകാരം നൽകി. MES അംഗങ്ങളുടെ മക്കളായ ഡോക്ടർ സ്നേഹ സലീം, ഡോക്ടർ നടാഷ ഷാജി, നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഫസീൻ നസീർ, നേപ്പാളിൽ നടന്ന രാജ്യാന്തര പഞ്ചഗുസ്തി മത്സരത്തിൽ ഇരട്ട സ്വർണം നേടിയ വഫ സിറാജ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. MES ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് ഷമീർ അധ്യക്ഷത വഹിച്ചു. MES അസ്മാബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷെമീന, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സനന്ദ് സദാനന്ദൻ എന്നിവർ ആശംസകൾ നേർന്നു. ജില്ലാ സെക്രട്ടറി KM അബ്ദുൾ ജമാൽ സ്വാഗതവും ട്രഷറർ KM മുഷ്താഖ് മൊയ്തീൻ നന്ദിയും പറഞ്ഞു.